തിരുപ്പിറവിയുടെ വിചിന്തനത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നാം കഴിഞ്ഞ പ്രാവശ്യം കടന്നു വന്ന യുഗാന്ത പ്രവാചകനാണ് ഈ പുൽക്കൂട്ടി കിടക്കണമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പം അതുകൊണ്ട് ഈ ഉണ്ണി മിശിഹായുടെ പിറവി എന്ന് പറയുന്നത് പൊടുന്നനെയുള്ള പ്രത്യേക ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നും അല്ലെന്നും നമ്മൾ പറഞ്ഞു. അത് നൂറ്റാണ്ടുകളായിട്ടുള്ള പ്രവചനത്തിൻ്റെയും പ്രതീക്ഷയുടെയും സഫലീകൃതമായിട്ടുള്ള ഒരു സംഗതിയാണ് മനുഷ്യൻ അസാധ്യമായ ദൈവം സാധ്യമാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് തൻ്റെ പുത്രനെ അത്രമാത്രം ലോകത്തെ സ്നേഹിച്ച് ഞാൻ നൽകുവാൻ തക്ക വിധം ആത്മാവിൽ നിറഞ്ഞവനായിട്ട് കടന്നു വന്നു. ദൈവാത്മാവിലാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ, ആത്മാവിലൂടെയാണ് പ്രപഞ്ചം നീങ്ങുന്നതെങ്കിൽ, ഈ ആത്മാവിൻ്റെ നിറവ് കന്യകയിൽ കൊടുത്തിട്ട് ആ കന്യകയിൽ നിന്ന് ആത്മാവിൻ്റെ പുത്രൻ പിറന്നു, ദൈവത്തിൻ്റെ പുത്രൻ പിറക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരേ സമയം ഈശ്വരശിയ മനുഷ്യൻ്റെ പുത്രനും ദൈവത്തിൻ്റെ പുത്രനുമാണ്. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ്റെ പുത്രനായതുകൊണ്ടാണ് ഈ വംശവും ഈ ഗോത്രമൊക്കെ കടന്നു വന്നത്. ദാവീദിൻ്റെ പുത്രൻ എന്നൊക്കെ പറയാൻ കാര്യം ഇത് തന്നെയാണ്. അതൊരു വംശമാണ്. ആ വംശത്തിൽ തന്നെ വർക്കും ഭൗമികമായിട്ടുള്ള എല്ലാ നിയമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണ് ഈ പുത്രൻ കടന്നു വന്നിരിക്കുന്നത്. അല്ല വെറും പെട്ടെന്നൊരു അവതാരമായിട്ട് ഇനി വന്നതല്ല, ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും രീതിയിൽ അവതാരമായിട്ട് വന്നതല്ല. അതൊരു വംശത്തിൽ വളരെ കൃത്യമായിട്ട് ഇന്ന പിതാവിൻ്റെ ഗോത്രത്തിൽ വന്നു ഭവിക്കുമെന്ന് മുൻകൂട്ടി പ്രവചിച്ചതനുസരിച്ച് സംഭവിച്ചത്. അതുകൊണ്ടാണ് ദാവീദിൻ്റെ പുത്ര എന്ന് വിളിക്കാനിടയായത്. ദാവീദിൻ്റെ പുത്രൻ ഓസാൻ എന്ന് പറയാനിടയാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഒരേ സമയം അവിടുന്ന് ദാവീദിൻ്റെ പുത്രനും അദ്ദേഹം ദൈവത്തിൻ്റെ പുത്രനുമാണ്. അപ്പോൾ അതുകൊണ്ട് സാമൂവേലിൻ്റെ പുസ്തകത്തിന് 2-ാം അധ്യായം 7 തൊട്ട് 7 സാമൂവേലിൻ്റെ പുസ്തകം 2-ാം പുസ്തകം 7-ാം അധ്യായം 12-14 വാക്യങ്ങളിലാണ് ആ പ്രശസ്തമായ പ്രവചനം കാണുക. എന്താ അത് കാണുന്നത്? കർത്താവ് അരുളി ചെയ്യുന്നു, ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസ പുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയാ. സുസ്ഥിരമാക്കും എന്ന് പറയുമ്പം തന്നെ ഒരു ഭൗമിക രാജാവല്ലല്ലോ. അവന് രാജ്യം സുസ്ഥിരമാക്കും, അവന് സിംഹാസനം ഞാൻ എന്നേക്ക് സ്ഥിരപ്പെടുത്തും. അങ്ങനെ ഒരു സംവാദം ഉണ്ടായിട്ടില്ലല്ലോ ചരിത്രത്തിൽ. പക്ഷെ ഇവിടെ വേറെ സിംഹാസനത്തെക്കുറിച്ച് പറഞ്ഞേ, അവൻ്റെ സിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും, ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. നാത്താൻ പ്രവാചകൻ വഴി ദാവീദ് രാജാവിന് കൊടുത്ത 1-ാം പ്രവചനമായില്ലേ അത് വരുന്ന. ദാവീദ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരുന്നു, വലിയ ശക്തമായ കാര്യങ്ങൾ ചെയ്ത ഒരു രാജാവാണത്. അദ്ദേഹം ശത്രുക്കളെ മുഴുവൻ സംഹരിച്ചു, മുഴുവൻ ചുറ്റുപാടുന്നില്ല ഭദ്രമാക്കി, രാജ്യത്തിൻ്റെ സുരക്ഷത ഉറപ്പാക്കി, ജെറുസലേമിലെ കൊട്ടാരം വാസം ഉറപ്പിച്ച്, അവിടെ താമസം ഉറപ്പിച്ച് അവിടെ ജെറുസലേമിൽ, പിന്നെ അവിടെ തന്നെ കൊണ്ട് പേടകം ആഘോഷമായി കൊണ്ട് പ്രതിഷ്ഠിച്ചു. അത് പിന്നീട് കർത്താവിനൊരു ആലയം പണിയാൻ ആഗ്രഹിച്ചപ്പോഴാണ് കർത്താവിൻ്റെ ഈ പ്രഭാവത്തിനും കടന്നു വരുന്നത്. അതായത് നിൻ്റെ ഔരസ പുത്രനെ ഞാൻ ഉയർത്തും, അവനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം ഞാൻ സുസ്ഥിരമാക്കും. കാരണം നീ പണിയാൻ പോകുന്ന ആലയമേ ഈ ഭൗമിക ആലയമാണ്. പക്ഷേ എൻ്റെ മനസ്സിലിരിക്കുന്ന ആലയം അതല്ല. അത് പിന്നീട് ഭാവിയിൽ തൻ്റെ ശരീരം 3 ദിവസം കൊണ്ട് ഞാനത് പടുത്തുയർത്തുന്ന പറഞ്ഞ ആലയമുണ്ടല്ലോ, നിങ്ങളത് ഇടിച്ച് തകർക്കുക 3 ദിവസം പടുത്തുയർത്തുന്ന പറഞ്ഞ ആലയമാണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു ആലയം. അതുകൊണ്ട് അത് നിത്യമായ രാജ്യത്വത്തെക്കുറിച്ച് അവർ പറഞ്ഞു വരുന്നത്. നിത്യമായ രാജ്യത്വം ഇവിടെ രാജാക്കന്മാർ ആരുടെയും സന്തതികൾ നിത്യരാജാവായിട്ട് വന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പ്രവചനം ആ വാച്യാർത്ഥത്തിൽ തൻ്റെ പുത്രനെക്കുറിച്ച് സോളമനെക്കുറിച്ചും ആണെന്നും പറയുന്നത് ശരിയല്ല. അത് കുറേ ഭാഗികമായിട്ട് ശരിയായിരിക്കും, പക്ഷേ അത് നിത്യനായ രാജ്യത്വത്തെക്കുറിച്ചാണ്. പന്നെയുമല്ല ശാശ്വതമായ സിംഹാസനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആ സിംഹാസനം സുസ്ഥിരമാക്കും. പന്നല്ല, അത് ദൈവപുത്രനെ കുറിച്ചാണ്. കാരണം അവന് പിതാവും ഞാൻ, അവന് എനിക്ക് പുത്രനും, അവന് ഞാൻ പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. ദൈവത്തിൻ്റെ പുത്രനല്ലേ. അപ്പോൾ അതിന് ആ പ്രവചനം വളരെ ഗൗരവമായ BC 587 അന്നാണ് വാസ്തവത്തിൽ ഈ സോളമൻ രാജാവ് പണിയെപ്പിച്ച ദേവാലയം അഗ്നിക്കിരയാക്കി തീർന്നതോടുകൂടി. അപ്പോൾ രാജാവിനെ അടിമയാക്കി നാടും കടത്തി ദാവീദ് സിംഹാസനമൊക്കെ ശൂന്യമായി, രാജ്യത്വം അവസാനിച്ചു. പിന്നെ രാജാവെന്ന് പറഞ്ഞ് ഉണ്ടായിട്ടില്ലല്ലോ, അവസാനിച്ചു. പേടകം ഇതിലേ പോയി, അവിടെ ഒന്നും പേടകമൊന്നുമില്ല. അത് ജെറമിയ പ്രവാചകൻ പറഞ്ഞു, അദ്ദേഹം കണ്ട് ഒരു ഗുഹയിൽ കൊണ്ട് ഒളിപ്പിച്ചെന്നാണ് പറയുന്നത്. ഈ പേടകം പിന്നെ ഉണ്ടായില്ല. അതുകൊണ്ട് 515 പുതിയ നിർബന്ധിച്ച റോമാക്കാർ അത് ചുട്ടരിച്ചു. അപ്പോൾ അതിനുശേഷം ഇസ്രായേൽ ദേവാലയമേ ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ദേവാലയം ഇവിടെ പറയുന്ന സംഗതിയൊന്നും തമ്പുരാൻ ആഗ്രഹിച്ച ദേവാലയമല്ല. ആ ദേവാലയം പിന്നീടാണ് പണിയാൻ പോകുന്നത്. അതാണ് കർത്താവ് പറഞ്ഞ ദേവാലയം. അതുകൊണ്ട് ആ ദേവാലയം നിർമ്മിതിക്കായിട്ട് കടന്നു വന്നവനാണ് ഇന്ന് ഈ തിരുപ്പിറവി ദിനത്തിൽ ബേത്ലഹേമിൽ കിടക്കുന്നത് എന്ന കാര്യം. അവൻ രാജാവാം,
അതേസമയം അവൻ ദൈവമാണ്, മനുഷ്യനുമാണ്. അവൻ്റെ രാജ്യത്വം, അവൻ്റെ സിംഹാസനം, അവൻ്റെ ദേവാലയം എന്നിതൊക്കെ ആത്മീയ യാഥാർത്ഥ്യങ്ങളാണ്. അതായത് ദാവീദിൻ്റെ പിൻതലമുറക്കാർ അവിടെ രാജാവ് ജനിക്കും. അതുകൊണ്ട് മാനുഷികമായി പറഞ്ഞാൽ ദാവീദിൻ്റെ പിൻതലമുറയിൽ തന്നെയാണ് രാജാവ് ജനിക്കാൻ പോകുന്നത്. ഇപ്പോൾ ദാവീദിൻ്റെ മകനായിരുന്നു ദൈവത്തിൻ്റെ പുത്രൻ. അപ്പോൾ ഒരേ സമയം മനുഷ്യനോടൊപ്പമായിരിക്കുന്ന വ്യക്തി, അതേസമയം ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന വ്യക്തി. അങ്ങനെ ഒരു വ്യക്തി ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാകില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കർത്താവ് അവിടെ ഈ പുൽക്കുട്ടി കിടക്കുന്നത് നമ്മൾ കാണുമ്പോൾ അത് ദാവീദിന് പുത്രനായിട്ട് വന്ന് പിറന്നു എന്ന് പറയുന്നതുകൊണ്ട് അവിടെ കിടക്കുന്നതേ ആരാണ്? ദൈവത്തിൻ്റെ പുത്രനാണ്. ഇപ്പോൾ മാനുഷികമായിട്ടുള്ള കാര്യമല്ല, അത് തൻ്റെ ശരീരം തന്നെയാണ് എന്ന് പറയുന്ന പുതിയ ദേവാലയത്തെ പിന്നെ പടുത്തുയർത്തും. അപ്പോൾ എന്താ, മനുഷ്യനിർമ്മിതമല്ലാത്ത ഒരു ദേവാലയം പിന്നീട് ഉണ്ടാകാൻ പോകാം. അപ്പോൾ ദൈവം വചനമായി മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവവചനം മാംസമായി. അപ്പം നോക്കിക്കേ, അവിടെ വന്നിരിക്കുന്നത് ദൈവവചനം മാംസമായി നമ്മളുടെ വസിച്ചു. അത് യഥാസമയത്ത് വസിച്ചപ്പോൾ അതാണ് ദേവാലയമായി. അപ്പോൾ യോഹന്നാൻ 1:14 അപ്രകാരം പറഞ്ഞിരിക്കും. അപ്പോൾ ഈശോ മിശിഹ ഒരേ ഏകരക്ഷകനാണ്, അത് ദൈവമാണ്. അതുകൊണ്ട് അവിടുന്ന് ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്ന സമൂഹമാണ് സഭ എന്ന് പറയുന്നത്. അവിടുത്തെ ശരീരവും ഭൗതിക ശരീരമാണ് സഭ. എഫേസ്യർക്ക് 1:23 പറയും. എഫേസ്യർ തന്നെ പറയുന്നില്ല, നിങ്ങൾ പണിയപ്പെട്ടിരിക്കുന്നത് പ്രവാചകന്മാരും അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും അടിത്തറയിന്മേലാണ്, മൂലക്കല്ല് ഈശോ മിശിഹായാണ്. അപ്പോൾ ദാവീദിൻ്റെ രാജ്യവും സിംഹാസനവും പറഞ്ഞ് നിധാനം ചെയ്യുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് കർത്താവ് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഭംഗിയായ ആ വാഗ്ദാനം ദാവീദിലൂടെ പൂർത്തീകരിക്കുക, ജോസഫിൻ്റെ മകനിൽ പൂർത്തീകരിക്കുക. അത് അനശ്വരമായിട്ടുള്ള ഒരു സംഗതി. എത്ര ഗൗരവമായ ദൈവശാസ്ത്രത്തെ പറഞ്ഞു വെച്ചതേ. അതായത് നമുക്ക് വേദപുസ്തകം പഠിക്കുമ്പോൾ കണക്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമുക്കത് ധ്യാനിക്കാൻ സാധിക്കും. ആത്മാവ് വലിയ അനുഭൂതി ഉണ്ടാകും. അതായത് ഈ വന്ന് കിടക്കുന്നത് ഈ ദൈവത്തിൻ്റെ പുത്രൻ. കർത്താവ് തന്നെ പറഞ്ഞില്ല ഒരിക്കൽ, കർത്താവിനോട് എൻ്റെ കർത്താവ് അരുളിച്ചെന്ന് എൻ്റെ പാദപീഠത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞതെങ്കിൽ ദാവീദിനെങ്ങനെ ഈ തൻ്റെ പുത്രനെ കർത്താവ് എന്ന് വിളിക്കാമെന്ന് കർത്താവ് പറഞ്ഞ ചോദ്യം അവർ വട്ടത്തിൽ കറക്കിയില്ലേ പറയുന്ന പരിസയരെ. അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ച് കഴിയുമ്പോഴാണ് ഇതിനകത്ത് പൊരുൾ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുക. അപ്പോൾ അതുകൊണ്ട് അവൻ പിറക്കുന്നു എവിടെയാ? ദൈവത്തിൻ്റെ പുത്രനായതുകൊണ്ടാണ് കന്യകയെ ജനിച്ചത്. മാനുഷിക ഇടപെടൽ ഉണ്ടായിട്ടില്ല. അത് നമ്മൾ ശക്തമായി വിശ്വസിക്കേണ്ട കാര്യം. ഇന്നത്തെ പ്രത്യേക സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റും ഫിസിയോളജിക്കൽ ഡെവലപ്മെൻറ്റും ഒക്കെ എടുത്തു വെച്ചുകൊണ്ട് ചിലപ്പം വലിയ യുക്തിവാദികളും വളരെ പരിഹാസപൂർവ്വം പറഞ്ഞു കേൾക്കാം. പുരുഷ സംസർഗം കൂടാതെ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒരു പരിഹാസമായിട്ട് പറഞ്ഞേക്കാം. പക്ഷേ ഇവിടെ വിശ്വസിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഒരു പരിഹാസവുമില്ല. കാരണം അധ്യവസാന ആത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അവിടെ കാണുന്നത്. അതുകൊണ്ടാണ് കന്യക യെശയ്യാ പുസ്തകത്തിന് 7-14 വാക്യത്തിലാണ് ഇത് പറഞ്ഞു വരുന്നത്. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുന്നവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇമ്മാനുവേൽ എന്ന് പറയുന്നത് ദൈവം നമ്മുടെ കൂടെ എന്നാണ്. ഇം-അനു-ഏൽ, ദൈവം നമ്മുടെ കൂടെ. ഏൽ ദൈവം, ഇം വിത്ത്, അനു നാം, നമ്മുടെ കൂടെ ദൈവം വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അന്നത്തെ വാസ്തവത്തിൽ ചരിത്രവശാണ് യൂദാ രാജാവായ ഹെസക്കിയ അന്ന് നൽകുന്ന കർത്താവ് വല്ലാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടായി. ഹെസക്കിയ രാജാവിന്, യൂദാ രാജാവിന് അവിടെ അസീറിയ അറ്റാക്ക് ചെയ്യാൻ വരുന്നു എന്ന് കണ്ടപ്പോൾ അവിടെ സിറിയയും ഇസ്രായേൽ, അതായത് വടക്കൻ സ്ഥലങ്ങൾ ഒന്നിച്ചിട്ട് അവരുടെ കൂടെ കൂടാനായിട്ട് യൂദായോട് പറഞ്ഞു അസീറിയ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം യൂദ പോകാതിരുന്നപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഒന്നിച്ചു കഴിഞ്ഞപ്പോൾ അവർ ശക്തമായി കഴിഞ്ഞപ്പോൾ ഇവർക്ക് പേടിയായി. അപ്പോൾ എന്നാ ചെയ്തു? അസീറിയായോട് 534 BC 534. അപ്പോൾ അസീറിയായോട് ചേർന്നാലോ എന്ന് 534 രാജാവ് ഹെസക്കിയ അങ്ങ് ചിന്തിക്കുകയാണ്. അപ്പോൾ ആ പ്രവാചനം ചെയ്യുന്നത്, അതായത് അങ്ങ് പോകാൻ പാടില്ല, അങ്ങോട്ട് അസീറിയായിട്ട് സഹായം തേടാൻ പാടില്ല, നിൻ്റെ കാര്യം നോക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് എന്നാ ചെയ്യുന്നത്? അവിടെ ചെന്ന് നീ അടയാളം ആവശ്യപ്പെടാൻ പറഞ്ഞു രാജാവിനോട്. ദൈവം നിന്നെ സംരക്ഷിക്കുന്ന അടയാളം. രാജാവ് പറഞ്ഞു, അങ്ങേർക്ക് വിശ്വാസം കുറവായിരുന്നു. ഇഫ് യു ഡോണ്ട് ബിലീവ് യു വിൽ നോട്ട് ബി കൺഫേംഡ് എന്ന് തറപ്പിച്ച് പറഞ്ഞു. മനുഷ്യ, ആ ഒരു വാചകത്തെ ശക്തമായ വാചകമാണ്. ഇഫ് യു ഡു നോട്ട് ബിലീവ് യു വിൽ നോട്ട് ബി കൺഫേംഡ്. സഹോദരൻ, നമ്മുടെ മനത്തകർച്ച എപ്പോഴാണ് വരുന്നത്? വിശ്വാസം പോകുമ്പോഴാണ്.
അതുകൊണ്ട് ഇഫ് യു ഡോണ്ട് ബിലീവ് യു വിൽ നോട്ട് ബി കൺഫേംഡ്. നിനക്ക് ഉറപ്പ് കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് അടയാളം ചോദിക്കും, അടയാളം ചോദിച്ചില്ല. അപ്പം അങ്ങോട്ടൊരു അടയാളം തരാൻ പറഞ്ഞു. അത് ആ അടയാളമാണ് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുന്നത്. അവിടെ കന്യക എന്ന വാക്ക് ഉച്ചരിക്കുന്ന ഹീബ്രു വാക്ക് അൽമ എന്ന പദമാണ്. ഈ അൽമ എന്ന പദം പൂർണ്ണ കന്യക എന്ന അർത്ഥത്തിലല്ല, ഗർഭധാരണ ശക്തിയുള്ള സ്ത്രീ എന്നർത്ഥമേ അതിനകത്തുള്ളൂ. പക്ഷേ അതേ സമയത്ത് പിന്നീട് അങ്ങ് വരുന്നുണ്ട്, ഈ പദം മാറുന്നപ്പോൾ, അതായത് അവിടെ അതനുസരിച്ച് ഈ സെപ്റ്റുജിന്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം ഈ പദം പാർത്തേനോസ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് പരിപൂർണ്ണ കന്യകയാണ്. അതാണ് മത്തായി സുവിശേഷം 1:21 വാക്യത്തിൽ കോട്ട് ചെയ്യാനിടയായിട്ടുള്ളത്. 1:21. അപ്പം BC 3 രണ്ടാം പകുതിയിലാണ് ഈ ഗ്രീക്ക് വിവർത്തനം ഉണ്ടായത്. സപ്തജിന്ത അല്ലെങ്കിൽ സെപ്റ്റുജിന്ത എന്ന് പറയുന്ന സംഗതി. അവിടെ അൽമ എന്ന ഗ്രീക്കൊക്കെ പാർത്തേനോസ് എന്ന ട്രാൻസ്ലേറ്റ്, അപ്പോൾ ദൈവനിവേശിതമാണല്ലോ. അപ്പോൾ അവിടെയുള്ള കൃത്യമായിട്ട് ഇപ്പോൾ ഇതെടുത്ത് വെച്ചുകൊണ്ട് കന്യക എന്നത് അൽമ എന്ന പദമാണ് ഹീബ്രു വാക്കിൽ എന്നതുകൊണ്ട് അത് വെറും ആ ശാരീരിക കന്യകാത്വം അവിടെ ഉണ്ടാകാൻ നിർബന്ധമില്ലെന്ന് പറയുന്ന വാദിക്കുന്ന ആളോട് പറയാനുള്ളത് ഇതാണ്. ഈ സെപ്റ്റുജിന്തകാരൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പാർത്തേനോസ് എന്ന് മാറ്റിയത് എന്തുകൊണ്ടാണ്? പാർത്തേനോസ് മാറ്റി കഴിഞ്ഞാൽ പൂർണ്ണ കന്യക എന്ന അർത്ഥം, പൂർണ്ണമായ കന്യക, അത് വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ഇവിടെ കന്യക ഗർഭം ധരിക്കുന്നു എന്ന്. കന്യകയായിരിക്കുന്ന അവസ്ഥയിൽ ഗർഭം ധരിക്കുന്നു. അത് BC 534 അഫ്സീനിയൻ സൈന്യം ഈ പറഞ്ഞ പോലെ കടന്നു വന്നിട്ട് എന്നാ ചെയ്തേ? അപ്പോൾ പെട്ടെന്ന് ഭയപ്പെട്ടു പോയി. പക്ഷേ അവർ കടന്നു വന്ന് വടക്കൻ ഇസ്രായേലിനെയും സിറിയയും തകർത്ത് നശിപ്പിച്ചിട്ട് വടക്കൻ ഇസ്രായേൽ പിന്നെ ഉണ്ടായിട്ടില്ല, തകർത്ത് കളഞ്ഞു. അസീര്യക്കാർ വന്ന് തകർത്തു. പക്ഷേ യൂദ വീണ്ടും നിലനിൽക്കുകയുണ്ടായി. അപ്പോൾ ഗർഭം ധരിച്ച കന്യഗർഭം ധരിച്ച പുത്രനെ പ്രസവിക്കാൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്നത് അത് കന്യക തന്നെയാണ് എന്നുള്ള കാര്യം നാം നോക്കാം. അപ്പോൾ ജനിക്കാൻ പോകുന്ന ശിശുവിനെ അതിനെ ഗർഭധാരണം സാധാരണ ലൈംഗിക പ്രവർത്തകയിലൂടെ അല്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയും. സഹോദരങ്ങൾ, ഇത് പറയണം. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ എന്നല്ല, ഇതിനൊക്കെ എതിരായിട്ട് വിശ്വാസികൾ തന്നെ ചില പ്രോട്ടസ്റ്റന്റ് പ്രസംഗങ്ങൾ തന്നെ എടുത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട്. കന്യക വീണ്ടും ഗർഭം ധരിച്ചു, അതായത് അമ്മ വീണ്ടും ഗർഭം ധരിച്ചു, പുത്രനുണ്ടായി. ആലോചിച്ച് നോക്ക്, നമുക്ക് വേറെ ആർഗ്യുമെൻ്റ്, വെറും സൈക്കോളജിക്കൽ ആർഗ്യുമെൻ്റ് മതി. എന്തായത്? ഈ പിറന്ന എൻ്റെ കൊച്ച്, ആ കൊച്ച് ദൈവത്തിൻ്റെ പുത്രനാണ്. ഈ അമ്മയ്ക്ക് ഉൾബോധ്യമുണ്ട്, അവളെല്ലാം ഹൃദയത്തെ സംഗ്രഹിച്ചു. പിന്നെ ഈ അമ്മയുടെ ജീവിതം മുഴുവനും ഈ കൊച്ചിനെ കേന്ദ്രീകരിച്ചാണ്, എല്ലാം കംപ്ലീറ്റ് കേന്ദ്രീകരിച്ചാണ് പോകുന്നത്. ആ കേന്ദ്രീകരിച്ച് പോകുന്ന ഈ ഒരു അമ്മ പിന്നീട് ഒരു കുഞ്ഞ് ജനിക്കാൻ ആഗ്രഹിക്കുമോ? ആഗ്രഹിക്കത്തില്ല. അത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമേ ഉള്ളൂ. പിന്നെ സഹോദരന്മാരെന്നൊക്കെ പറയുന്നത് ആരാ? കസിൻസ് അല്ലേ? അതുകൊണ്ട് ഇങ്ങനെ വെറുതെ എടുത്ത അക്ഷരാർത്ഥത്തിൽ എടുത്ത് വ്യാഖ്യാനിച്ച് വേദപുസ്തകത്തിൽ സത്യത്തിന് വിരുദ്ധമായിട്ട് പോകാനായിട്ട് ഒരിക്കലും പറയാൻ. അതുകൊണ്ട് കന്യയായിരിക്കെ തന്നെയാണ് ഗർഭവതിയായിരിക്കെ. ഇപ്പം ജനിക്കാൻ പോകുന്ന ശിശു ദൈവം തന്നെയായിരിക്കും. അതാണ് എമ്മാനുവേൽ എന്ന് പറയുന്നത്. അവൻ ദൈവം തന്നെയായിരിക്കും എന്നുള്ള തെളിവാണ്. ദൈവത്തിൻ്റെ പുത്രനായിരിക്കും. അപ്പോൾ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഒക്കെ ഒരുപാട് ചർച്ചകളൊക്കെ കേൾക്കുമ്പം ഇതിനെയൊക്കെ ഒരു പരിഹാസപൂർണ്ണമായിട്ട് പറയുമ്പോൾ വിശ്വാസി, നീ ചിന്തിക്കേണ്ടത് ദൈവകൃപയിലെ കർത്താവെ സത്യക്കും വെളിപ്പെടുത്തി തരണമേ എന്ന ആത്മാർത്ഥമായിട്ട് നീ ചിന്തിക്കുന്നുവെങ്കിൽ സത്യം നിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കും. നിനക്ക് സത്യം മനസ്സിലാകും, ഹൃദയത്തിൽ തൊട്ട് മനസ്സിലാകും. അപ്പോൾ നിനക്ക് മനസ്സിലാകും ഈ അമ്മ ഈ കുഞ്ഞിന് വേണ്ടി ജീവിച്ചു, ഈ കുഞ്ഞിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിച്ചു, ഈ കുഞ്ഞിനെ സമർപ്പിച്ച് ജീവിച്ചു, ഈ കുഞ്ഞിൽ തന്നെ ജീവിതം കേന്ദ്രീകരിച്ചു. ആ കുരിശൻ ചുവട്ടിൽ നിൽക്കുമ്പോൾ ആ കുഞ്ഞ് തന്നെ മനസ്സിൽ ഇതെന്തിനാ? ഇത് നമ്മുടെ ജീവിതം അങ്ങനെ പോകാനാ. നമ്മുടെ ജീവിത ഹൃദയത്തിൽ ഈ കുഞ്ഞിനെ ഉൾക്കൊണ്ടുകൊണ്ട് പോകാനാ. നമ്മുടെ ഭൗതിക ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ കുടുംബം മുന്നോട്ട് പോകുമ്പോഴും ഒക്കെ ഈ കുഞ്ഞ് നമ്മൾ കൈവിട്ടു പോകാനായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് പഠിപ്പിക്കുക. അതുകൊണ്ട് അത് ആരാണ് ഈ വന്നിരിക്കുന്നത്? പ്രകാശമാണ്. ഈശോ എത്രയോ പ്രാവശ്യം പറഞ്ഞു, ഞാൻ ലോകത്തിന് പ്രകാശം. ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ലോകത്തിന് പ്രകാശമെന്ന് പറഞ്ഞ ആരുണ്ട് ഈ ലോക ചരിത്രത്തിൽ? അതുകൊണ്ട് ഇവിടെ പ്രവാചകൻ വളരെ ഭംഗിയായിട്ട് പറഞ്ഞ് യെശയ്യായുടെ പുസ്തകത്തിന് 9:27 വാക്യത്തിൽ പറയുകയാണ്, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം മഹത്തായ പ്രകാശം കണ്ടു. യെശയ്യ, അന്ധകാരത്തിൽ കഴിഞ്ഞ് ജനം മഹത്തായ പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവർക്ക് ഒരു പ്രകാശം ഉദിച്ചു. നമുക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്നു. എടുത്തു പറയേണ്ട കാര്യമാണ്. നമുക്കായൊരു ശിശു ജനിച്ചിരിക്കുന്നു. എന്നിട്ട് ഉടനെ പറയാം നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ടോ ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. യെശയ്യ 9:27 ഓർക്കണേ. കർത്താവ് ജനിക്കുന്ന 700 വർഷം മുമ്പാണെന്ന് ഓർക്കണേ. ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. അത് തന്നെയല്ല, അവൻ വിസ്മയനായ ഉപദേഷ്ടാവാണ്. ആരെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റിയിട്ടുള്ളത്? അവൻ വിസ്മയനായ ഉപദേഷ്ടാവാണ്. തന്നെയല്ല, ശക്തനായ ദൈവം ശിശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുക. നോക്കണേ, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, എന്നിട്ടോ സമാധാന രാജാവ് എന്നവൻ വിളിക്കപ്പെടുക എന്ന് പറഞ്ഞിരിക്കുന്നത് യെശയ്യായുടെ പുസ്തകത്തിൻ്റെ 9-ാം അധ്യായം 27-ാം വാക്യം.
അപ്പോൾ അതിൻ്റെ ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസീമമാണ്, അതിന് അതിർത്തിയില്ലെന്ന്. അത് വെറും ഭൗതികമായിട്ട് വ്യാഖ്യാനിച്ച ദാവീദ് നിർമ്മാണത്തിൽ എവിടെ പിന്നെ അതിർത്തിയില്ലാത്ത രാജ്യം ഉണ്ടായേ? ഒന്നും ഉണ്ടായില്ല. പിന്നെ തകർച്ചയല്ലേ ഉണ്ടായേ? തുടർച്ചയായ തകർച്ചയിലുണ്ടായേ ഏശയ്യായുടെ കാലഘട്ടം കഴിഞ്ഞിട്ട്. പക്ഷേ അവിടെ എല്ലാം തകർന്നു പോയില്ലേ? അവസാനം ഈ പറയുന്ന ബാബിലോൺകാർ വന്നു കഴിഞ്ഞപ്പോൾ രാജ്യമേ പോയി. ആ രാജ്യമല്ലിത്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് പറഞ്ഞ രാജ്യം. അപ്പം അവൻ്റെ സമാധാനം അനന്തവും, അതുകൊണ്ട് നീതിയും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കാൻ വേണ്ടി തന്നെയാണത്. സഹോദര, ഇന്ന് തിരുപ്പിറവിയിൽ നിൻ്റെ ഉള്ളിലേക്ക് ഉണ്ണീശോ കടന്നു വരികയാണെങ്കിൽ നീ സ്വാഭാവികമായും നിൻ്റെ സഹോദരന് കൊടുക്കേണ്ടത് നീ കൊടുത്തിരിക്കും. നിന്റെ സഹോദരനെ നീ പരിഗണിക്കുക. അവിടെയാണ് നീതി കടന്നു വരുന്നത്. അപ്പം ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടും. ധർമ്മം നീ പുനഃസ്ഥാപിക്കപ്പെട്ടില്ലെങ്കിൽ നീ ശിക്ഷ അനുഭവിക്കും. അപ്പം അതുകൊണ്ട് ഇവിടെ പറയുന്നു, സൈന്യങ്ങൾ കർത്താവിൻ്റെ തീഷ്ണത ഇത് നിറവേറ്റും. ഏശയ്യാ 9:27. സൈന്യങ്ങൾ കർത്താവിൻ്റെ തീഷ്ണത ഇത് നിറവേറ്റുമെന്നാണ് പറഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞെങ്കിൽ ഈ പ്രവചനങ്ങളൊക്കെ ഒന്ന് ഉള്ളിൽ വെച്ചുകൊണ്ട് ധ്യാനിക്കണം സഹോദര. ഏശയ്യാ 9:27 തൊട്ട് എത്ര മനോഹരമായ ഭാഗങ്ങളാണ്. നമുക്ക് ഒരു ശിശു ജനിക്കും, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടു, വിസ്മയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം. എന്തൊരു കാര്യം അവിടെ പറഞ്ഞു വെച്ച് നോക്കിക്കുകയും. അപ്പോൾ ഏശയ്യായുടെ ഈ പ്രവചനം അസീറിയ രാജാവായ തിഗ്ലാത്ത്-പിലേസറിൻ്റെ കാലഘട്ടത്തിൽ, മൂന്നാമൻ്റെ കാലഘട്ടത്തിൽ BC 731 ആദ്യം സിറിയയും പിന്നെ ഇസ്രായേലും കീഴടക്കപ്പെട്ടു. ആ സമയത്ത് തിഗ്ലാത്ത്-പിലേസർ മൂന്നാമെന്ന് പറയുന്ന രാജാവിൻ്റെ ഘട്ടത്തിൽ. അപ്പോൾ അന്ന് അനേകായിരം നാട് കടത്തി. രാജാക്കന്മാരുടെ പുസ്തകം 2-ാം പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ദുരന്തങ്ങളുടെ തുടക്കത്തിലാണ് ഈ പ്രവചനം കടന്നു വരിക. അപ്പോൾ അസീറിയൻ ആക്രമണങ്ങളിൽ തകർന്നും എല്ലാം നഷ്ടപ്പെട്ടവരായി. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എന്നാ അന്ധകാരത്തിൽ കഴിഞ്ഞ ജനമായിട്ട് മാറുകയാണ്. ഈ ഗാലീലി എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഒരു ഭാഗമാണ് കൊണ്ടുപോയായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ആദ്യം അങ്ങോട്ട് പോയത്. അന്ധകാരത്തിന് നടുവിലും മരണത്തിനുള്ള ഒരു പ്രകാശം ഉദിച്ചെന്ന് പുതിയ കോട്ടി കയറി ഇവരെ ഉദ്ദേശിച്ചതാണ്. ഈ അന്ധകാരത്തിന് നടന്ന കാര്യം എന്നാണെന്നറിയും? അതായത് വിശ്വസിക്കുന്ന സമൂഹത്തെ പാടെ നശിപ്പിച്ചു കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് മറ്റേ അസീറിയക്കാർ കൊണ്ട് താമസിപ്പിച്ചു. അവിടെ വിഗ്രഹാരാധന. അപ്പോൾ അന്ധകാര നടുവിലും മരണത്തിനും വ്യാപരിക്കുന്നവർക്ക് ഓരോ പ്രകാശം ഉദിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ വന്നതിന് ശേഷം അത് രാജ്യമെല്ലാം തകർന്ന് നഷ്ടപ്പെട്ടു പോയ അവസരത്തിൽ അന്ധകാരത്തിൽ കഴിയുന്ന ആ ജനത്ത് ഇതാ ഒരു പ്രകാശം ഉദിച്ചിരിക്കുന്നു. വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് ആ രാജ്യത്തിൻ്റെ തകർച്ചയിൽ പ്രത്യാശ കൊടുക്കുന്ന പ്രവചനമാണെങ്കിലും അത് പിന്നീട് അങ്ങോട്ട് എടുത്തു നോക്കുമ്പോൾ നാം കാണുന്ന ആ പ്രവചനത്തിൽ വന്നിരിക്കുന്ന മുഴുവൻ ഭാവിയിൽ ദൈവത്തിൻ്റെ പുത്രൻ പ്രകാശമായിട്ട് വരുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വാഗ്ദാനം അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പ്രതീകങ്ങളോടെ അവതരിപ്പിച്ചിരിക്കുക. അപ്പോൾ അതിനുശേഷം പുതിയ പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും, മരണത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും, ദുഃഖത്തിൻ്റെ അന്ധകാരം, ദിനാശയുടെ അന്ധകാരത്തിൽ നിന്ന്, അടിമത്തത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് ദൈവം നമ്മൾ മോചിപ്പിക്കുന്നു. സഹോദര, ഇന്ന് ലോകത്തിൽ എന്തൊരു വിപ്ലവം ഉണ്ടാകുന്നുവെങ്കിൽ ഈ ആന്തരിക വിപ്ലവത്തിലൂടെ നിലനിൽക്കുകയുള്ളൂ. അല്ല യുദ്ധങ്ങൾ കൊണ്ടും ഒന്നും ഒരു പരിഹാരം ഉണ്ടാവില്ല. ഈ ആന്തരിക നവീകരണം ഉണ്ടാകണം. മനുഷ്യകുലത്തിന് വേണ്ടി മുഴുവനും വേണ്ടിയിട്ട് കർത്താവ് കടന്നു വന്നിരിക്കുക. അതുകൊണ്ട് അത് ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് സകല അടിമത്വം അവസാനിപ്പിക്കും. യുദ്ധങ്ങൾ ഇല്ലാണ്ടാവും. അങ്ങനെ വരുമ്പോൾ യുദ്ധങ്ങൾ ജനതയുടെ മുഴുവൻ അധിപനായിട്ട്, സർവ്വ അധിപനായിട്ട് ദൈവം തന്നെ കടന്നു വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പം നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങോട്ട് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അനേകം വളരെ ഭംഗിയായ രീതിയിൽ അവിടുന്ന് ശക്തനായവനാം, നിത്യനായ പിതാവാം. അവിടുന്ന് പിതാവ് മക്കളെ എന്നതുപോലെ തൻ്റെ സകല ജനത്തെയും പരിപാലിക്കുകയും നയിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ദാവീദിൻ്റെ ഭരണത്തിന് അവസാനം ഉണ്ടാവില്ല എന്ന് പറയും. ദാവീദ് രാജാവിൻ്റെ ഭൗമികമായ രാജാവിൻ്റെ ഭരണം അവസാനിക്കുന്ന അർത്ഥത്തില്ല, അതിന് അവസാനം ഉണ്ടാകില്ല. അപ്പോൾ അവിടുന്ന് ആരാ? നിത്യനായ പിതാവാണ്. തന്നെയുമല്ല അവിടുന്ന് സനാതന രാജ്യത്തെ കണ്ടെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് നീതിയുടെ രാജാവ് എന്ന് പറഞ്ഞാൽ സരേഖ് എന്ന പദമാണ് നീതി ഉദ്ദേശിക്കുന്നത്. സരേഖ എന്ന വാക്ക് നീതി. അപ്പോൾ ഓരോരുത്തരും നീതിയുടെ രാജ്യത്തിലേക്ക് പ്രവേശിക്കും. ഇത് പറയുമ്പോൾ നമ്മൾ ചോദിക്കും, അങ്ങനെ ഒരു സംഗതി ഇവിടെ ഭൂമിയിലുണ്ടോ? ഇങ്ങനെയുണ്ടോ? ഇപ്പം എന്തല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ എന്തോ ഒരു കാര്യമാണ് നടന്നുകൊണ്ട്. ഈ പറയുന്നതും നടക്കുന്ന കാര്യമായിട്ട് എന്താ ബന്ധമിരിക്കുന്നത്? ഈ കാര്യങ്ങൾ നടക്കത്തക്ക രീതിയിൽ ഒരു ചെറിയ വിഭാഗമെങ്കിലും ഉള്ളിൽ ഈ കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ കാലക്രമേണ സംജാതം ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ നീതിക്ക് കോട്ടം വന്നു കഴിഞ്ഞാൽ ദൈവം ഇടപെടും. അപ്പം ഇടപെടുന്നു കഴിഞ്ഞാൽ ധർമ്മം വീണ്ടെടുക്കും. വീണ്ടെടുക്കുന്നതിനാണ് മിസ്പാത്ത് എന്ന് പറയും. മിഷ്പാത്ത് എന്ന് പറഞ്ഞാൽ ധർമ്മം വീണ്ടെടുക്കുന്ന വിധിയാണ്. അപ്പം വിധി ഷപ്പാത്ത് എന്ന് പറയുന്ന പദം വിധി എന്ന പദം കൊണ്ട് അർത്ഥമാക്കിക്കൊണ്ട് നീതി നിഷേധിക്കപ്പെടുന്നാൽ ദൈവം ഇടപെടും. ആ ഇടപെടുന്ന കാലഘട്ടം വരും. ഇപ്പം നീതി നിലനിൽക്കുന്ന അവസ്ഥയാണ് ശാലോം എന്ന് പറയുന്നത്, സമാധാനം എന്ന് പറയും. അപ്പോൾ എന്താ? വ്യക്തികൾ തമ്മിൽ സമാധാനം ഉണ്ടാകണം, വ്യക്തികളും
പ്രപഞ്ചവും തമ്മിൽ സമാധാനം ഉണ്ടാകും, ഓരോ വ്യക്തിയും അടുത്ത് തന്നോട് തന്നെ സമാധാനം ഉണ്ടാകും. അതുകൊണ്ട് ഓരോ വ്യക്തിയും ദൈവത്തോട് സമാധാനം. അങ്ങനെ വരുമ്പോഴാണ് സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് ശാശ്വത സമാധാനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പൂർത്തീകരണമാണ് ബേത്ലഹേമിൽ നിന്ന് വന്നു ഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിളകാം, നമ്മുടെ ഹൃദയത്തിന് മാറ്റം വരണം. അപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ചുറ്റുപാടിലേക്ക് നോക്കുന്നത്. ഇതൊക്കെയാണോ ചുറ്റുപാടുകൾ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്? എന്തൊക്കെയാണ് ഇവിടെ ഇളകി മറിയുന്ന സാഹചര്യങ്ങൾ? എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന കേരള സദസ്സ് നമ്മൾ നടക്കുകയല്ലേ? ആയിക്കോട്ടെ, ഇതൊന്നും ആരും കുറ്റം പറയുന്നില്ല. പക്ഷേ ഇതിലൂടെ എന്ത് നേട്ടം ആൾക്കാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? സാമ്പത്തികമായ അടിത്തറ തകർന്നു കിടക്കാമെന്ന് ആളുകൾ പറയുന്നത്. ഒരു വശം അങ്ങനെ, അതിനുശേഷം കോവിഡിൻ്റെ വകഭേദ വന്നുകൊണ്ടിരിക്കുമെന്ന് പറയും. വിലക്കയറ്റ് അങ്ങേ അറ്റത്തെത്തിയിരിക്കും. തൊഴിലില്ലായ്മ, അതുപോലെ കാർഷിക മേഖല ഇതുകൊണ്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു വിഭാഗം കാർഷിക അതിജീവനത്തിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ മനുഷ്യൻ നടക്കുക. അതുപോലെ തന്നെ പട്ടിണിയും, അതുപോലെ ആ ഭയങ്കരമായ വന്യജീവി ശല്യവും, അതുകൊണ്ട് അഴിമതിയും ധൂർത്തുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അധികാര ദുർവിനിയോഗത്തിൻ്റെ ഇരുട്ടല്ലേ അഹന്തയുടെ പ്രകടമാകുന്ന. ഞാൻ ആരെയും വ്യക്തിപരമായിട്ട് കുറ്റപ്പെടുത്തുകയല്ല, ഇതല്ലേ എന്ന് കണ്ടുകൊണ്ടിരിക്കും. ഇതിനൊക്കെ പരിഹാരം ഉണ്ടാകുന്ന മനുഷ്യ, ഇത് ഭൗമികമായ നിയമം ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. നിൻ്റെ ഉള്ളിൽ മാറ്റം വരണം, പരിവർത്തനം വരണം, ഹൃദയത്തിൽ പരിവർത്തനം വരണം. എങ്കിൽ മാത്രമേ മാറ്റം ഉണ്ടാകുള്ളൂ. എന്തെല്ലാം തരത്തിൽ നിലവാരം താഴ്ന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം പോകല്ലേ, നിലവാരം താഴ്ന്ന രീതിയിലേക്ക്. ഭരണത്തിൻ്റെ ഉന്നതത്തിലിരിക്കുന്ന ഒരു വ്യക്തി ഇതാണ്ട് കിടക്കും, ആട് പെരുവഴിയിൽ നിന്നുകൊണ്ട് അത് വെല്ലുവിളിക്കുന്ന ചെറുപ്പക്കാരോ ഒരു വശം, ആ ചെറുപ്പക്കാരൻ ഒരിടത്ത്, മറ്റു അധികാരം മറ്റിടത്ത്, എന്നിട്ട് വഴിയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഗോഗ വിളിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് നിലവാര തകർച്ചയാണ്. ആരെയും നീതീകരിക്കാനോ ആരെയും കുറ്റപ്പെടുത്താനോ അല്ല പറഞ്ഞത്. അത് തെറ്റാണ്. ആരായാലും രണ്ടു ഭാഗത്തും തെറ്റാണ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സാഹചര്യം വരുമ്പോൾ ഇരുട്ട് തന്നെ വർത്തമാനമാവുകയാണ്. അതും ഒരു വശം. മറുവശം എവിടെയാ? രാജ്യത്തിൻ്റെ ആ നാഷണൽ ലെവലാണോ ഈ പാർലമെൻറ്റിൻ്റെ ആ മന്ദിരത്തിൽ സംഭവിച്ചത്? എന്താ അത് അവിടെ എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്തിൻ്റെ വീഴ്ച ഉണ്ടായെന്ന് പറയാൻ അവകാശമില്ല മറ്റുള്ളവർക്ക്. അങ്ങനെ പറയുന്നവരെ പിന്നെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് എങ്ങനെയുള്ള അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നമ്മുടെ രാജ്യം കടന്നു. അതിനിടയിൽ ഈ മയക്കുമരുന്ന്, ഈ കഞ്ചാവ്, എന്ത് മാത്രമാണ് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുന്നു, സ്ത്രീകളെ നഷ്ടപ്പെടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന നടുവിലൂടെയാണ് പിറവി തിരുനാൾ ആചരിക്കാനായിട്ട് നമ്മൾ ഇന്ന് പോകുന്നത്. ആ പെരുന്നാൾ തിരുനാൾ എന്ന് പറയുന്നത് ഇതിനെല്ലാം ബാലൻസ് ചെയ്യുന്ന ഒരു ശക്തി ഇവിടെയുണ്ട്. ആ ശക്തി സ്വതന്ത്രമായിട്ട് അന്വേഷിച്ചെങ്കിൽ മാത്രമേ കണ്ടെത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ ശക്തി പ്രഘോഷിക്കപ്പെടണം. ആ പ്രകാശം അങ്ങോട്ട് അറിയാം. അപ്പം ചോദിക്കും, ഇതെല്ലാം നാട് മുഴുവൻ ഇങ്ങനെ പോകുമ്പം നമ്മൾ തന്നെയൊന്നും മാറ്റം വരുത്തില്ല, എന്നാ പ്രയോജനമെന്ന്? നമ്മൾ മാറ്റം വരുത്തിയാൽ അത്രയും പ്രയോജനമാകും. ഒരു തിരി കത്തിച്ച് വെച്ചാൽ അത്രയും വ്യക്തമാകും. അങ്ങനെ ആ വിധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് വളരെ ഭംഗിയായ രീതിയിൽ കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ എല്ലാ കാലത്തേക്കുമുള്ളതാണ്. ഈശോയുടെ ഈ വരവ് ഒരിക്കൽ അവിടെ സംഭവിച്ചത് ഇന്ന് എൻ്റെ ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്യപ്പെടണം. അപ്പോഴാണ് പറയുന്നത് ആ പ്രവചനങ്ങളെല്ലാം പൂർത്തിയാക്കപ്പെടുന്ന. ജസയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കുന്നു. എത്ര സുന്ദരമായ വചനമാണ്. അതായത് ഈശോയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ജസയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. അതാണ് യെശയ്യാ 11:1 പറയുക. അതുകൊണ്ട് എന്താ പറയുന്നത്? രക്ഷകൻ്റെ ഉറവിടത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അത് സ്വാഭാവിക മാനുഷിക ഉറവിടമാകുന്നത് ജസയുടെ കുറ്റിയിൽ നിന്ന് തന്നെയാണ്. സ്വഭാവം അങ്ങനെയാണ്. അതേ സമയത്ത് അത് പ്രപഞ്ചത്തിലൊരു പുതിയ അവസ്ഥാവിശേഷം ഉണ്ടാക്കും. അതിൻ്റെ കുറ്റിയും മേരും അതിൻ്റെ ഉറവിടമായിട്ട് മാറുക. അപ്പം ദാവീദിൻ്റെ പിതാവാണ് ജസ എന്ന് പറയുന്നത്. ആ മുളയും ശാഖയും ഒക്കെ ജസയിൽ നിന്നൊരു മുള പൊട്ടി വിടരും. വിജാതിരെ ഭരിക്കാനുള്ളവൻ ഉദയം ചെയ്യും. റോമാക്കാർക്കൊരു ലേഖനത്തിന് 15 അധ്യായം 12 പൗലോസ് അത് കോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വരാനിരിക്കുന്ന രാജാവ് അവൻ കർത്താവിൻ്റെ ആത്മാവ് നിറഞ്ഞവനായിരിക്കും. അവനാണ് ജ്ഞാനം നിറഞ്ഞവൻ, വിവേകം നിറഞ്ഞവൻ, ഉപദേശം നിറഞ്ഞവൻ, ശക്തിയും അറിവും ഭക്തിയും നിറഞ്ഞവനായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് നൽകപ്പെട്ടിരിക്കും. കാര്യം പ്രത്യേകം നമുക്ക് ഓർക്കാം. അതൊപ്പം തന്നെ പ്രവചനങ്ങളിലൂടെ അവൻ്റെ ഉള്ളിൽ സന്തോഷം വന്നു നിറയും. അപ്പോൾ കർത്താവ് സന്തോഷചിത്തം. അതുകൊണ്ട് പാപ്പ എപ്പോഴും പറഞ്ഞത് എന്തുകൊണ്ടാണ്? നിങ്ങൾ സന്തോഷചിത്തനെ എങ്ങനെ ഈ മനുഷ്യനെ നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറയുമ്പോൾ ഒക്കെ എളുപ്പമാണ്. ഒറ്റ ശ്വാസകോശം മാത്രം, സർവ്വസമയ അസുഖം. എന്നാലെന്താ, ആ മുഖത്തോട്ടൊന്ന് നോക്കിയാലും എന്തൊരു പ്രസന്നത. അത് എവിടെ നിന്ന് വരുന്നതാണ്? അത് മരുന്നിൻ്റെ ഫലമൊന്നുമല്ല, അത് ആരോഗ്യ രക്ഷയുടെ ഫലമൊന്നുമല്ല, അത് ആത്മാവ് കത്തി നിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ പ്രകാശം ചൊരിയുന്നത്. അതിലെ നമ്മോടും പറഞ്ഞിരിക്കുന്നത് എൻ്റെ കർത്താവ് നിയമം നടപ്പാക്കും. അത് നീതിയോട് വിശ്വസ്തയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ. അങ്ങനെ വരുമ്പോൾ എന്താ ഗുണം? അങ്ങനെയുള്ള സമാധാനം ഉണ്ടാവും. പ്രവാചകൻ എന്നാ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയുള്ളടത്ത് പുലിയും സിംഹവും വിഷസർപ്പങ്ങളൊക്കെ ഒന്നിച്ച് നിരുപദ്രവകാരികളായിട്ട് മാറും. അപ്പോൾ ഭൂമി കർത്താവിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയും.
അങ്ങനെ കർത്താവിന് ജലം കൊണ്ട് നിറയും. യേശയ്യ 11:9 അവിടെ ആ ഭയങ്കരമായ ദൈവാനുഭവം ഉണ്ടാകും. അപ്പം ആന്തരിക സമാധാനം വരും, സമൂഹത്തിന് ശാന്തി കിട്ടും. അപ്പം അങ്ങനെയുള്ള സംഗതി നീതിയുടെ ഫലമാണ് സമാധാനം എന്ന കാര്യം അപ്പം നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഓർക്കുമ്പോഴാണ് ഇന്നത്തെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പം നമുക്ക് ഒരാൾക്കെങ്കിലും സമാധാനത്തിന് വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടാൻ പറ്റില്ലേ? നമ്മൾ മറ്റുള്ളവരെ നന്നാക്കാനിരിക്കുകയാണോ? നമ്മൾ ഒരിക്കലും നന്നാവില്ല. മറ്റുള്ള കാര്യങ്ങളും അറിയാൻ മനസ്സിലാക്കുകയും ചെയ്യണം. ഞാനിപ്പം സൂചിപ്പിച്ചതുപോലെ ചുറ്റുപാട് നടക്കുന്നതെന്ന് അറിയാതെ പോകുമ്പോൾ മണ്ടന്മാരും വിഡ്ഢികളുമായിട്ട് തീരും. നമ്മൾ കൊണ്ട് തല കൊണ്ട് വല്ലവനെ കക്ഷത്തിൽ കൊണ്ട് വെച്ച് കൊടുക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുക, അതേ സമയത്ത് കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനം ഉള്ളിൽ നിറച്ചുകൊണ്ട് സന്തോഷചിത്തരായിട്ട് മറ്റുള്ള ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ് നമുക്കുണ്ടാകേണ്ട, അത് ദൈവകൃപയിലാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് യേശയ്യായുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എപ്പോഴും നമ്മൾ പറയുന്നത് ഈശോ കർത്താവിൻ്റെ ദാസനാണ്. കർത്താവിൻ്റെ ദാസൻ, ഇങ്ങനൊരു മനോഹരമായ പ്രയോഗം ഇങ്ങനെ വേറെ പുസ്തകത്തിലുണ്ട്. കർത്താവിൻ്റെ ദാസൻ യേശയ്യ 42:1-7 ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഈശോയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അന്ന് പറഞ്ഞതാ, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം, ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി, അവൻ ജനങ്ങൾക്ക് നീതി പ്രദാനം ചെയ്യും. യേശയ്യ 42:1. അപ്പോൾ കർത്താവ് എന്ന് പറയുന്ന വ്യക്തിയെ ദൈവപിതാവിൻ്റെ കൂടെ നിൽക്കുന്ന ആത്മാവ് നിറയുന്നയാളാണ്. അപ്പോൾ അവൻ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്നാ കാരണം? BC 587 അവിടെ അവർ കീഴടക്കപ്പെട്ടല്ലോ പരിപൂർണമായിട്ട്. അതായത് ഇസ്രായേലിനെ അഹങ്കരിച്ച് ജീവിച്ച ഘട്ടങ്ങളിൽ അന്ന് ബാബിലോൺ ചക്രവർത്തി വന്ന് അടിച്ച് നിരപ്പാക്കി BC 587 കീഴടക്കി. അതിൻ്റെ മതിലിടിച്ച് കളഞ്ഞു, എൻ്റെ ദേവാലയം തകർത്ത് കളഞ്ഞു, അവൻ അഗ്നിക്കരയാക്കി, രാജാവിനെ കൊണ്ടുപോയി, കണ്ണ് ചുഴത്തെടുത്ത സദൈക്യ രാജാവിനെ കൊണ്ടുപോയി, അതിന് 1000 തടവുകാരാക്കി, പിന്നെ നാട് കടത്തി, രാജഭരണം അവരെ അവസാനിച്ചു, പ്രവാസം ആരംഭിക്കുക. അപ്പോൾ അവിടെ ഒരു ജീവിതത്തിൻ്റെ സത്യം എടുത്തു പറയുക. ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് കർത്താവ് കടന്നു വരുന്നു. അന്ന് പറഞ്ഞില്ലേ ഏദൻ തോട്ടത്തിലുണ്ട്, നിന്റെ കുതികാൽ തകർക്കുമെന്ന്, നിനക്ക് പീഡനങ്ങളും വേദനകളും ഉണ്ടാകുമെന്ന്, നിന്റെ സങ്കടങ്ങൾ വരുമെന്ന്, നീ വിഷമതകൾ വരുമെന്ന്. ഇതൊക്കെ നിന്റെ ശുദ്ധീകരണത്തിനായിട്ട് നൽകപ്പെടുന്ന. അവിടെ നിന്റെ കൂടെ നിന്റെ കർത്താവ് അവിടുന്ന് കൂടെയുണ്ട്. എബ്ബത്ത് യാവേ, അതായത് യാവയുടെ ദാസൻ, ദൈവത്തിൻ്റെ ദാസൻ, കർത്താവിൻ്റെ ദാസൻ എന്ന രീതിയിൽ അവിടുന്ന് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് അവിടുന്ന് താങ്ങുന്ന ദാസനായിട്ട് മാറുകയാണ്. അപ്പം നമ്മളെ കർത്താവ് താങ്ങുന്നേ, നമുക്ക് ഉറപ്പ് തരുമെന്നേ, നമുക്ക് ഉറപ്പ് നൽകുന്നേ. അതുകൊണ്ട് അവിടെ കർത്താവ് നമ്മളെ ബന്ധത്തിൽ അടിമയും ഉടമയൊന്നുമില്ല. അവിടെ എൻ്റെ പ്രീതിപാത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് പിതൃപുത്ര ബന്ധമാണ്. അപ്പം അതുകൊണ്ട് ഈശോ നമ്മളെ താങ്ങുമ്പോൾ നമ്മൾ ഒരു പ്രഭുവിൻ്റെ കൂടെ അല്ല, രാജാവ് പ്രഭു രാജാവിനെ ബന്ധപ്പെടുന്ന പോലെയല്ല. ഇതെൻ്റെ പ്രീതിപാത്രമാണ്, പിതൃപുത്ര ബന്ധമാണ്. അതുകൊണ്ട് ദാസന് നൽകിയിരിക്കുന്ന ദാനം എന്നാ? ആത്മാവാണ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ദാനം ആത്മാവാണ്. റോമാക്കാർക്ക് ലേഖനത്തിൽ 8-ാം അധ്യായം ആണെന്ന് നോക്കിക്കേ, ദൈവാത്മാവാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പുത്രസ്വീകാരത്തിന് അരൂപിയെ സ്വീകരിക്കുക. നിങ്ങൾ ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല സ്വീകരിക്കുക, അടിമത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, പുത്രസ്വീകാരത്തിന് അരൂപിയെ സ്വീകരിച്ചിരിക്കുന്നത് പറയാൻ കാര്യം അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശാന്തമായിട്ട് ഇത് കാണുന്ന ഓരോ സംഭവം നടക്കുമ്പോൾ നമ്മൾ ബഹളം കൂട്ടേണ്ട കാര്യമില്ല, നമ്മൾ ഒച്ച വയ്ക്കേണ്ട കാര്യമില്ല. നമ്മൾ വളരെ നിശബ്ദമായി ശാന്തമായിരുന്നുകൊണ്ട് ഈ കാണുന്ന സത്യം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ ഉറപ്പ്, ഞാൻ ലോകത്തിന് പ്രകാശമാണെന്ന് പറയുന്ന യാഥാർത്ഥ്യം അന്വർത്ഥമായി. യോഹന്നാൻ 8:12 അങ്ങനെയല്ലേ പറയുന്നത്. അപ്പോൾ അവിടുന്ന് സഹനദാസനായിട്ട് വന്നുവെങ്കിൽ നമ്മളും സഹനദാസനായിട്ടല്ലേ പോകണ്ടേ? ഈ കിടക്കുന്ന കൊച്ച്, ഈ ബേത്ലഹേം പുൽക്കൂട്ടി കിടക്കുന്ന കൊച്ച്, അതിങ്ങനെ മോണകാട്ടി ചിരിക്കുമ്പം അവിടെ നിഴൽ വന്ന് നിൽക്കുന്നത് കുരിശാണ്, കാൽവരിയിലെ കുരിശിൻ്റെ നിഴലാണ്. അതുകൊണ്ട് അവിടെ ഉപേക്ഷിക്കപ്പെടുന്ന നിലയിൽ കിടക്കുന്നത്. ആ ഉപേക്ഷിക്കപ്പെടുന്ന നിലയിൽ കിടന്നുകൊണ്ടാണ് കൊച്ചു ചിരിക്കുന്നത്. ആരുടെ നടുവിലാണ് കിടക്കുന്നത്? കന്നുകാലികളുടെ ഇടയിലാണ്. അതുകൊണ്ട് മനുഷ്യൻ മുഴുവൻ തള്ളിക്കളഞ്ഞിരിക്കാൻ അവസരമില്ല. അതുകൊണ്ടാണല്ലോ കാൽവരിയിൽ തള്ളിക്കളഞ്ഞില്ലേ, എല്ലാവരും ഉപേക്ഷിച്ച് കളഞ്ഞില്ലേ. അതുകൊണ്ട് ദൈവവും തന്നെ തള്ളിക്കളഞ്ഞു. ലാമാ ചമക്താൻ ചോദിക്കാൻ ഇടവന്നത് അതുകൊണ്ടാണ്, അത്രയധികമായിട്ടും. അപ്പം അതുകൊണ്ട് എന്താ ഇവൻ വന്നിരിക്കുന്നത്? എന്തിനാ? നമ്മുടെ ജീവിതത്തിൻ്റെ പാപപരിഹാരത്തിന്. ഇതുമാണ് കാൽവരിയിൽ നടക്കുന്ന സംഭവത്തിൻ്റെ മുന്നോടിയായിട്ടാണ് ബേത്ലഹേം എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ഇവനെ ഈ കൊച്ചിനെ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലിരിക്കുന്നത് ഇവൻ എനിക്ക് വേണ്ടി സഹിക്കാനുള്ളവനാ, സഹിക്കുന്നവനാ, സഹിച്ചവനാ. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. കണ്ടോ, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. യേശയ്യ 53:5. അവൻ്റെ ദേഹത്തടിച്ച അടിപ്പിണരുകളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഇത് വിശ്വസിക്കുന്നുവോ? നീ ചെയ്തു പോയിട്ടുള്ള സർവ്വ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ദൈവത്തിൻ്റെ പുത്രൻ തൻ്റെ ശരീരത്തിന്മേൽ ക്ഷതമേറ്റുന്നു.
നീ വിശ്വസിക്കുന്നുവോ? ഇത് വിശ്വസിക്കുന്നില്ല എങ്കിൽ നിനക്ക് ഇങ്ങനെ സമാധാനം ഉണ്ടാവും. നീ ചെയ്ത തെറ്റിന് പരിഹാരം നിന്നെക്കൊണ്ട് പറ്റുമോ? നിനക്കതിന് കഴിയുമോ? പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പരിഹാരം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കർത്താവിനെ തിരസ്കരിക്കപ്പെട്ടു, ഓർത്ത് എതിർത്തു, ഓർത്ത് പീഡിപ്പിച്ചു, ഓർത്ത് വധിച്ചു. അതുകൊണ്ടാണ് ഏശയ്യാ 41:4 പറഞ്ഞത്, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു. പീഡനത്തെക്കുറിച്ച് പറഞ്ഞു വന്നതാണ്. അതുകൊണ്ട് അടിച്ചവർക്ക് പുറവും ഈശോ ചെയ്തെന്താന്ന് നോക്കിയേ, അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളും ഞാൻ കാണിച്ചു കൊടുത്തു. അത് നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ഏശയ്യാ 50:6 പറയുന്നത് അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ഈ മുഖത്തേക്ക് നോക്കി, ഈ കൊച്ചിൻ്റെ മുഖത്ത് വെട്ടിത്തിളക്കുന്ന മുഖമുണ്ടല്ലോ, ആ വെട്ടിത്തിളങ്ങുന്ന മുഖത്തിൻ്റെ പിൻപിൽ കിടന്ന ദൈവിക ഹിതം എന്താണെന്നറിയാമോ? ഇത് പറഞ്ഞിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടി സഹിക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടി കുരിശ് ചുമക്കാൻ വേണ്ടിയിട്ടാണ്. ആ കൊച്ചിനെ എടുത്ത് മാറോട് അണയ്ക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ആ കൊച്ച് തീക്കട്ടയാണ്, അത് തീക്കട്ടയാണ്, അത് എന്നെ വിശുദ്ധീകരിക്കുന്ന തീക്കട്ടയാണ്. അത് ഓർക്കണം, ഏശയ്യാ പ്രവാചകൻ കണ്ടോലെ കൊടിൽ കൊണ്ട് തീക്കട്ടയെന്ന് നാവിസ്പത്തിനെ വിശുദ്ധീകരിച്ചു, അത് തീക്കട്ടയാണ്. അതുകൊണ്ട് ഈ കൊച്ച ഇതാ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്നതാണ്. ആരെക്കുറിച്ചാണ്? അതായത് വീണ്ടും നൂറ്റാണ്ടുകൾക്ക് ശേഷം എത്തിയപ്പോഴേക്കാരൻ രാജസേവനം ഒന്നും മനസ്സിലായില്ല, വായിച്ചപ്പോൾ എന്താ മനസ്സിലായില്ല. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വന്നു. ദൈവത്തിൻ്റെ ദാസൻ അവിടുന്ന് ദൈവത്തിൻ്റെ പുത്രനാം. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് ചുമന്നത്. ഏശയ്യാ 53:4, ഏശയ്യാ പുസ്തകത്തിൻ്റെ 53 അധ്യായം എന്ന് പറയുന്ന സഹനദാസനത്തെക്കുറിച്ച് പറയാം. അതുകൊണ്ട് നമ്മുടെ അതിക്രമങ്ങൾക്ക് കർത്താവ് അവൻ്റെ മേൽ ചുമത്തി, തൻ്റെ പുത്രൻ്റെ മേൽ നമ്മുടെ അതിക്രമങ്ങൾ കർത്താവ് ചുമത്തി എന്ന് അടുത്ത് പറഞ്ഞിരിക്കുന്നു. ഒരിക്കൽ ഞാൻ സൂചിപ്പിച്ചാണ് ഒരിക്കലും, അതായത് ഹൗ വൺ മാൻസ് ഡെത്ത് ടേക്സ് അവേ ദ സിൻ ഓഫ് ദ വേൾഡ് ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് എന്നൊരു വലിയ ഫിലോസഫർ ഇന്ത്യയെ പറഞ്ഞു. ഹൗ വൺ മാൻസ് ഡെത്ത് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ വൺ മാൻസ് ഡെത്ത് ടേക്സ് അവേ ദ സിൻ ഓഫ് ദ വേൾഡ്. ഇതവിടെ ഉത്തരം. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി കർത്താവ് അതിക്രമം അവൻ്റെ മേൽ ചുമത്തി. 53:6 ഏശയ്യാ. ഇത് വിശ്വസിക്കുന്നുവെങ്കിൽ പിന്നെ എളുപ്പമായ കാര്യങ്ങൾ. അന്ന് നോക്കിയിട്ട് ഈ കുരിശിൽ കിടക്കുന്നവൻ എങ്ങനെ രക്ഷകനാകുന്നെന്ന് ചോദിച്ച് ജനത്തിന് മുമ്പിൽ അത് വന്ന് വീണിരിക്കുന്നു. കാൽവരിയിലെ കുരിശിൽ കിടന്നവനെ നിയമവർത്തന പുസ്തകത്തിൽ 21-22 വാക്യത്തിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട ശപിക്കപ്പെട്ടവനാണെന്ന് വിശ്വസിക്കുന്ന ജനത്തിന് മുമ്പിൽ വന്ന് വീണിരിക്കും. അവിടെ എത്ര അവഹേളിക്കപ്പെട്ട് മരിച്ചവന് ഇവനെങ്ങനെ രക്ഷകനാകുന്നത്? പക്ഷേ അവിടെയാണ് ഏശയ്യാ 53 എടുത്ത് വെച്ചിരിക്കും. ഈ കൊച്ച് ആ കുരിശിൽ കയറാനുള്ളവനാണ്. അതുകൊണ്ട് അവൻ വഹിച്ചത് നമ്മുടെ കുരിശ് തന്നെയാണ്, നമ്മൾ ചുമന്നതാണ്. അവൻ്റെ മേലുള്ള ക്ഷതം നമുക്ക് സൗഖ്യം പ്രദാനം. എൻ്റെ ജനത്തിൻ്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരിടയിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടു. അവൻ്റെ തലമുറ ആര് കരുതി? ആർക്കും മനസ്സിലായില്ലല്ലോ. അവൻ്റെ തലമുറ മറ്റേ ഇന്ന് ഈ തലമുറയിൽ ആരാ കരുതുന്നവരുണ്ട്. എന്നാൽ ആര് കരുതുന്നു? എൻ്റെ ജനത്തിൻ്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരിടയിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടു. അവൻ്റെ ഏശയ്യാ 53:8. അപ്പം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അവൻ വിജയം നേടി. ഏശയ്യാ 53:10. ഇപ്പം സ്വയം ബലിയാകുന്നു, കുഞ്ഞാടാണ് ഈശോ. യോഹന്നാൻ 1:36. അപ്പം അവനിൽ നാം എല്ലാവരും ദൈവത്തിന് നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപിയാക്കി. കൊരിന്ത്യർക്ക് 2 ലേഖനത്തിന് 5-21 വാക്യം. ഇതൊക്കെ വചന ഭാഗങ്ങളല്ലേ, ഇതൊക്കെ സത്യം വിളിച്ചു പറയല്ലേ. അതുകൊണ്ട് ആ പുൽക്കൂട്ടി പോയി ചുമ്മാ നോക്കി നിന്നിട്ട് അത് കണ്ട് ചിരിക്കുന്ന കൊച്ചിനെ കണ്ടിട്ട് ഭംഗിയായിരിക്കും എന്ന് പറയുന്നത്, അയ്യോ പുൽക്കൂട് നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അതുപോലെ തിരുവചനത്തിലെങ്കിൽ ആരാധനയിൽ ആ ക്രമങ്ങളൊക്കെ ഭംഗിയായിട്ട് കേട്ട് നല്ല ആഘോഷം പ്രസംഗം കേട്ട് പോയിട്ട് പിറ്റേ ദിവസം അടിച്ച് പൊളിച്ച് നമ്മൾ ഒന്നാമതും വിരുന്നും കഴിച്ചിട്ട് വന്നിട്ടും കാര്യമൊന്നുമില്ല. അടിച്ചു പൊളിക്കരുതെന്നും പറഞ്ഞില്ല, വിരുന്ന് കഴിക്കരുതെന്നും പറഞ്ഞില്ല. പക്ഷേ ഈ ഒരു സത്യം നമ്മുടെ ഉള്ളിൽ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയേണ്ടതാണ്. അതുകൊണ്ട് അവർക്ക് ആരാണ് ഈശോ? എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സത്വാർത്ഥയാണ്. ഞാനും നിങ്ങളും ആരാ? നമുക്ക് എന്നാ ഉണ്ട്? നമുക്കൊന്നുമില്ലല്ലോ. ദരിദ്രരാണ് നമ്മൾ. ആ ദരിദ്രർക്ക് വേണ്ടിയുള്ള സദ്വാർത്ഥയാണ് ഏശയ്യാ 61:1 പറഞ്ഞിരിക്കുന്നുണ്ടല്ലേ. അതാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ലൂക്കാ സുവിശേഷം 4 അധ്യായത്തിൽ നസ്രത്തിന്റെ സിനഗോഗിൽ കയറി ചെന്നപ്പോൾ എടുത്ത് കൊടുത്ത് കയ്യിലേക്ക് എടുത്ത് കൊടുത്ത് വായിച്ചതാണ് സദ്വാർത്ത. എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടിയിട്ടാ. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ടെന്ന് അവിടെ പറഞ്ഞിരിക്കുക. അവിടെ എല്ലാ ആത്മാവിൻ്റെ കടന്നുവരൽ കണ്ടില്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന്. അതുപോലെ തന്നെ അവിടുത്തെ അഭിഷേകം, അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും. യുക്രൈൻ്റെ ഇടയിലൂടെ പീഡിപ്പിക്കുന്ന ഇടയിലൂടെ നമ്മുടെ കന്യാസ്ത്രീകൾ തീർമല്ലാത്തവരുടെ കന്യാസ്ത്രീകൾ നടപ്പുണ്ട്. പലസ്തീന ഉണ്ടോയെന്ന് അറിയാമല്ലോ. ഉണ്ടാകാനിടയില്ല. എന്നാന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് കാണുകയല്ലോ. ഉണ്ടായിരുന്നുകൊണ്ട് വെടിവെച്ച് നശിപ്പിച്ചു കളയും. ഇവിടെ നടപ്പുണ്ട്.
അതുപോലെ മിടുക്കി കന്യാസ് ഒന്നാമത്തെ വീഡിയോയൊക്കെ ഇടുന്ന് നമ്മൾ കേട്ടിട്ടില്ലേ, ഞങ്ങൾ ഇവിടുന്ന് പോരുകയില്ല, തിരിച്ചു പോരുകയില്ല, കാരണം ഞങ്ങൾ ഇവർക്ക് വേണ്ടി ജീവിക്കുന്നവരാ, ഇവിടെ വെടികൊണ്ട് മരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതാണ് വിശ്വാസത്തിൻ്റെ ശക്തി. കണ്ടില്ലേ? ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാനും കർത്താവിൻ്റെ കൃപാവത്സരവും പ്രഘോഷിക്കാനും കർത്താവ് ബന്ധനസ്ഥരായവർക്ക് ആശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു. വിലപിക്കുന്നവർക്ക് ആശ്വാസം എന്നെ അയച്ച വളരെ വ്യക്തമായിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ വരവൻ എന്തിനു വേണ്ടിയിട്ടാണ്? കർത്താവിൻ്റെ വരവ് ഇതിനു വേണ്ടിയിട്ടാണ്. ഇതിനു വേണ്ടി ലോകം ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിലോ? അന്നും മനസ്സിലാക്കിയില്ലല്ലോ. അന്നാരാ മനസ്സിലാക്കി? അന്ന് മനസ്സിലാക്കി, കൂടെ കടന്ന ശിഷ്യന്മാർ മനസ്സിലാക്കിയില്ലല്ലോ. ആരെങ്കിലും മനസ്സിലാക്കിയോ? അവരാരും മനസ്സിലാക്കിയത്? അവസാനം വലിയ സ്നേഹമുണ്ടെന്ന് പറഞ്ഞവൻ ഇട്ടേച്ച് ഓടിയില്ലേ? വാള് എടുക്കുന്നവൻ വാളാലെ നിൻ്റെ വാൾ ഉറയിലേറ്റേക്കെന്ന് പറഞ്ഞ് സ്നേഹമൊക്കെ പ്രകടിപ്പിച്ചു. പക്ഷെ ഒരാൾ നിന്നില്ലല്ലോ, നിരാശപ്പെട്ടു പോയില്ലേ? പിന്നെ പുറകെ ചെന്ന് കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് വലത്തോട്ട് മാറ്റി വല വീഴ്ചാൻ പറഞ്ഞ് പിന്നെ വലിച്ചു കയറ്റി കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ച് എമ്മാവസിലേക്ക് പോയ വഴിക്കും കൂടെ നടന്ന് ഭക്ഷണം കഴിപ്പിച്ച് അതിനുശേഷം താൻ വാഗ്ദാനം ചെയ്തതുപോലെ ഞാൻ പോയി പാറക്കിലത്ത് അയക്കും എന്ന് പറഞ്ഞ് അപ്പം ഞാൻ പഠിപ്പിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു പറഞ്ഞാൽ ആ പാറക്കിലത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആകമാനമായിട്ട് മാറി. സംഗതി അങ്ങോട്ട് മാറിയില്ലേ? വലിയ ഭയങ്കരമായ മാറ്റമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത്. ആ മാറ്റമാണ് ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദരിദ്രർക്ക് സദ്വാർത്ത അറിയിക്കാൻ കർത്താവ് കടന്നു വന്നിരിക്കുന്ന കാര്യം ഇന്ന് നമുക്ക് നമ്മുടെ വാസ്തവം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അന്നത്തെ കാലത്ത് BC 539 അന്ന് ഈ സദക്യ രാജാവിനെ തോൽപ്പിച്ച് അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ വിളംബരം 538 539 പേർഷ്യൻ രാജാവായ സൈറസ് ചക്രവർത്തി ബാബിലോൺ ചക്രവർത്തിയെ തോൽപ്പിച്ച് 38 സ്വാതന്ത്ര്യ പ്രഖ്യാപനം വിളംബരമുണ്ടായി. അപ്പോൾ അതോടുകൂടി പ്രവാസം അവസാനിപ്പിച്ചു, നാട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് അന്നത്തെ അവസ്ഥ ഇവർ നാട്ടിലേക്ക് തിരിച്ചു വന്നുള്ള സുഖമായിരുന്നില്ല, ദാരിദ്ര്യവും പട്ടിണിയുമായിരുന്നു. അപ്പോൾ അവിടെ സ്വയം അടിമയായിട്ട്, അപ്പം പട്ടിണി ഒന്നും ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് സ്വയം അടിമയായിട്ട് സ്വയം വിൽക്കേണ്ടതായിട്ട് വന്നു. അപ്പം വിഷാദവും നിരാശയും വീണ്ടും അങ്ങനെ വന്നപ്പോൾ തന്നെ പ്രത്യാശയെക്കുറിച്ച് യെശയ്യായുടെ പുസ്തകത്തിൻ്റെ 55 അധ്യായം തൊട്ടുള്ള ഭാഗങ്ങൾ തുടങ്ങുന്നു. നിരാശപ്പെടേണ്ട, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് സ്വാതന്ത്ര്യം, സമാധാനം, സന്തോഷം ഇത് പ്രദാനം ചെയ്യാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുക കർത്താവിന് വേണ്ടി. എല്ലാം കർത്താവ് കൃത്യമായിട്ട് നിറവേറ്റിക്കും. അതുകൊണ്ട് നസ്സസിലെ സിനഗോഗിൽ വന്ന് പറഞ്ഞിരിക്കുന്ന ആ കാര്യം ഇവിടെ വളരെ ഭംഗിയായ രീതിയിൽ പൂർത്തിയാക്കപ്പെട്ടിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്നിവിടെ ഒന്ന് സമാപിപ്പിച്ച് കളയാം. 2 പ്രഭാഷണങ്ങൾ ഇവിടെ ഈശോയുടെ പിറവിയെക്കുറിച്ച് നമുക്ക് നൽകുകയുണ്ടായി. തിരുപ്പിറവിയെക്കുറിച്ച് അത് അവിടെയൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് ഊന്നൽ നൽകുന്നത് വചനത്തിനാണ്. അതാണ് നമ്മുടെ ചടങ്ങുകൾക്ക് മറ്റുള്ള നമ്മൾ എടുത്ത് വേദപുസ്തകം മാറോട് ചേർത്ത് വയ്ക്കണം. വചനത്തിന് പ്രാധാന്യം. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ടോക്കുകൾ വീണ്ടും എടുത്തെടുത്ത് നോക്കിയിട്ട് അത് യൂട്യൂബിൽ കിടപ്പുണ്ടല്ലോ, വീണ്ടും ഒന്ന് കേട്ട് ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് ധ്യാനിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന വലിയ ശക്തിവിശേഷം, ഒരു ഊർജ്ജമുണ്ട്. കർത്താവിൻ്റെ കൃപ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ, നമ്മുടെ ആത്മാവ് രക്ഷപ്പെട്ടില്ലേ, ജീവൻ കിട്ടിയില്ലേ, ജീവൻ തിരിച്ചു കിട്ടിയില്ലേ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഇതില്ലാതെ? ഇതല്ലേ സത്യം എന്ന് പറയുന്നത്. അവിടെ ഇവിടെയൊക്കെ തലച്ചോറിനകത്ത് ആ സംശയമൊക്കെ ഉണ്ടാക്കിയിട്ട് വെറുതെ യുക്തിവാദങ്ങളാണ്, വല്ല പ്രയോജനമുണ്ടോ? ഈശോഞ്ഞ് കടന്നു വരട്ടെ ജീവിതത്തിൽ. അങ്ങനെയുള്ള ഒരു അനുഭവം ഈ തിരുപ്പിറവിയുടെ അനുഭവത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്ന കർത്താവ് ഈശോയും ചക്രവയും പിതാദൈവത്തിൻ്റെ സ്നേഹവും വിസ്താൻ സമാസം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. 3ാമത്തെ പ്രഭാഷണം വരും. ഇത് കഴിഞ്ഞാൽ താമസിയാതെ തന്നെ